നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. പോർച്ചുഗീസ് നാവികനായ ചരിത്രനായകനെ സ്വീകരിച്ച നാട്, സാമൂതിരി തമ്പുരാന്റെ സ്വന്തം നാട്. വലിയങ്ങാടിയും മിഠായിത്തെരുവും മാനാഞ്ചിറയും തുടങ്ങി ചരിത്ര വേലിയേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോഴിക്കോട് നഗരം. KT മുഹമ്മദും SK പൊറ്റക്കാടും തിക്കോടിയനും UK ഖാദറും തുടങ്ങി സാംസ്കാരിക പൈതൃക കാഴ്ചപ്പാടുകൾക്ക് വെള്ളവും വളവും നൽകിയ കോഴിക്കോട് നഗരം. സാംസ്കാരിക കലാ സാഹിത്യ രാഷ്ട്രീയ ഗരിമയിൽ കോഴിക്കോടിൻ്റെ സ്ഥാനം ചെറുതല്ല. ഈ ചരിത്രഭൂമികയുടെ തിരുനെറ്റിയിൽ അടയാളം തീർത്തുകൊണ്ടാണ് 1934 സെയിൻറ് ജോസഫ് പള്ളി രൂപം കൊള്ളുന്നത്. നിറമറ്റ് പോകാവുന്ന തിരക്കുകളും ആഘോഷങ്ങളുമുള്ള ദ്രുതവേഗതയിലേക്ക് ആത്മീയതയുടെ നേരിയ തിരിനീട്ടി വിശുദ്ധ ജോസഫ് എന്ന നാമധേയത്തിൽ ഒരു ദേവാലയം ഇവിടെ ആശീർവദിക്കപ്പെട്ടു 1939. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും വിശുദ്ധനായ ജോസഫിനെ ചേർത്ത് നിർത്തി കോഴിക്കോട് നഗരത്തിൽ അവർ വിശ്വാസത്തിൻ്റെ വിത്തുകൾ വിതച്ചു. നീണ്ട 84 വർഷ കാലയളവിൽ നഗരത്തിൻ്റെ വിളക്കായും വെളിച്ചമായും സെയിൻറ് ജോസഫ് ടൗൺ പള്ളി മാറുകയായിരുന്നു. ഇന്ന് ആത്മീയ വഴിയിൽ കെടാവിളക്കേന്തിയ കരങ്ങളുമായി ഫാദർ ജിജു അവർക്ക് മുന്നേയുണ്ട്. നാഥനായും നായകനായും ഇടയനായും യേശുവിനോടൊപ്പം. ഓരോ ദേവാലയവും ദൈവാനുഭവത്തിൻ്റെയും ജീവിത വിശുദ്ധീകരണത്തിൻ്റെയും ഇടമാണ്. ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലികളും പരികർമ്മം ചെയ്യപ്പെടുന്ന കൂദാശകളും പ്രഘോഷിക്കപ്പെടുന്ന ദൈവവചനവും സമർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകളുമെല്ലാം മനുഷ്യനെ ദൈവവുമായി ബന്ധിപ്പിക്കുന്നു. അതെ, കോഴിക്കോട് സിറ്റി സെൻറ് ജോസഫ് ദേവാലയവും ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ ഈറ്റില്ലമാണ്. പതിനായിരങ്ങൾക്ക് ആശയായി ആശാദീപമായി പ്രകാശഗോപുരമായി കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഈ ദേവാലയത്തിൻ്റെ വികാരിയാകുവാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. ഷാലോം TVയുടെ ഫിയസ്ത എന്ന പ്രോഗ്രാമിലൂടെ ഈ ഇടവകയും ഇടവകയുടെ പ്രവർത്തനങ്ങളെയും കലാരൂപങ്ങളെയും ലോകമെമ്പാടുമുള്ള ദൈവജനത്തിനു മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ ചരിത്ര താളുകളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുന്നത് നല്ലതായിരിക്കും. 1934 കോഴിക്കോട് രൂപതയുടെ ഭദ്രാസന ദേവാലയമായ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ വികാരി ഫാദർ എഡ്വേർഡ് ബെറേറ്റോ എന്ന ഈശോ സഭ വൈദികൻ ഇവിടെ ദേവാലയത്തിനായി ഒരു സ്ഥലം വാങ്ങുകയുണ്ടായി. തുടർന്ന് വന്ന ഫാദർ പോർത്ത എസ്റ്റേ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സമാരംഭം കുറിച്ചുകൊണ്ട് ഒരു കൊച്ചു മന്ദിരം ഇവിടെ കെട്ടിപ്പടുത്തുകയും ക്രൈസ്തവ കുടുംബങ്ങൾക്ക് താമസിക്കുവാനായി ഭവനങ്ങൾ നിർമ്മിക്കുകയും ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള പ്രൊവിഡൻസ് ചാപ്പലിൽ ആരാധനാക്രമങ്ങൾ നടത്തിപ്പോന്നു. 1939 ഓഗസ്റ്റ് മാസം 1-ാം തീയതി അന്നത്തെ രൂപത അധ്യക്ഷനായ അഭിമന്യ ലിയോ പ്രസർപിയോ എസ്റ്റേ പിതാവ് ഇവിടെ സ്ഥാപിതമായ ദേവാലയം ആശീർവദിച്ചുകൊണ്ട് ഇതിനെ ഒരു ഇടവകയായി ഉയർത്തുകയുണ്ടായി. തുടർന്ന് വന്ന ഓരോ വൈദികരും ഇടവകയെ നവീകരിക്കുവാനും മുന്നോട്ട് നയിക്കുവാനുമായി ശക്തമായി പ്രവർത്തിക്കുകയുണ്ടായി. അന്നത്തെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ നിന്നും ഒക്കെയായി വന്ന ക്രൈസ്തവർക്ക് റീത്തുമെന്നോ സെക്റ്റെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആത്മീയ ശുശ്രൂഷ നൽകുവാനും നിയമപരിപാലനം നൽകുവാനും
ഭൗതികമായ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊണ്ടത് കോഴിക്കോട് സിറ്റി സെൻറ്റ് ജോസഫ് ദേവാലയമാണ്. ഈ ഇടവകയിലെ നിസ്തുലമായ സേവനമനുഷ്ഠിച്ച മോൺസിഞ്ഞൂർ ജോൺ ബാപ്റ്റിസ്റ്റ് റോഡ്രീസിനെ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ 1959 ഇവിടെ നടന്ന വിദ്യാഭ്യാസ വിമോചന സമരത്തിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് കഴിയുകയും യുവജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കാത്തലിക് യങ് മെൻ അസോസിയേഷന് രൂപം കൊടുക്കുവാനായി കഴിയുകയും ചെയ്തു. വിൻസെൻ്റ് ഇപ്പോൾ പ്രവർത്തനങ്ങളെ ആരംഭം കുറിച്ചതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ ഫാദർ സിറിയക് താമരശ്ശേരിയുടെ കാലഘട്ടത്തിൽ പാവങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് സ്വന്തമായി ഭവനം കെട്ടിപ്പടുത്തുവാനും കരിമ്പനപ്പാലത്ത് അതോടൊപ്പം കൊട്ടാരൻ റോഡിൽ പോൾ നഗറിൽ എന്നിവിടങ്ങളിൽ ഭവനം കെട്ടിപ്പടുത്തുവാനും സ്ഥലങ്ങൾ വാങ്ങുകയും ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയും അവർക്ക് ജീവിത അത്താണി ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ സമൂലമായ മാറ്റത്തിന് വേണ്ടി നിലകൊണ്ടവരാണ്. തുടർന്ന് വന്ന വൈദികരും അതുപോലെ തന്നെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ ഈ ഇടവകയുടെ യശസ് കാത്തു സൂക്ഷിക്കുവാനായിട്ട് പരിശ്രമിച്ചു. ഫാദർ ജേക്കബ് കുളങ്ങര തൻ്റെ പിൻഗാമികൾ ചെയ്ത അതേ പ്രവർത്തനങ്ങളുടെ മേഖലകളുടെ പാവങ്ങൾക്ക് ഭവനം പണിതു കൊടുക്കുവാനായി മേരിക്കുന്നിൽ സ്ഥാപിതമായ വാങ്ങിയ സ്ഥലത്ത് കെട്ടിടങ്ങൾ കെട്ടിപ്പടുത്തുകയും അവർക്ക് ഉപജീവന മാർഗത്തിനായിട്ട് മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടും ആത്മീയ നവീകരണത്തിന് വേണ്ടി വിവിധ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തിയും മാതൃസംഘടന ലീജൻ ഓഫ് മേരി തുടങ്ങിയ സംഘടനകളെ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ടും ശക്തമായിട്ട് മുന്നോട്ട് പോയി. ഇപ്പോഴത്തെ വികാരി ജനറലും അന്നത്തെ ഈ ഇടവകയുടെ വികാരിയുമായിരുന്ന മോൺസിഞ്ഞൂർ തോമസ് പനക്കലിൻ്റെ കാലഘട്ടത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്ന പഴയ ദേവാലയം മാറ്റി ഒരു പുതിയ ദേവാലയത്തിനെ കുറിച്ച് രൂപം നൽകുകയും അതിനുവേണ്ടി ശക്തമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത് പണം സ്വരൂപിക്കുകയും ആരംഭം കുറിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇവിടുത്തെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കൺവെൻഷനുകൾ ഈ ദേവാലയ അങ്കണത്തിൽ വെച്ച് നടത്തുവാനായിട്ട് തുടങ്ങിയതും. ഒപ്പം തുടർന്നു വന്ന ജോസ് പുളിക്കത്തറ അച്ഛൻ്റെ കാലഘട്ടത്തിൽ തൻ്റെ നിതാന്തമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഈ മനോഹരമായ ദേവാലയം നിർമ്മാണം പൂർത്തീകരിക്കുവാനും 2007 ഒക്ടോബർ 28 അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് ഈ ദേവാലയം ആശീർവദിച്ചുകൊണ്ട് ദൈവജനത്തിനായി നൽകുകയും ചെയ്തു. അനേകർക്ക് ആശാകേന്ദ്രമായി നിലകൊള്ളുന്ന ഈ ദേവാലയത്തിനെ കൂടുതൽ കരിസ്മാറ്റിക്കിലോടുകൂടി ആധ്യാത്മിക തലത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത് തൊട്ട് മുമ്പിലുള്ള നമ്മുടെ മുൻ വികാരിയായിരുന്ന ഡോക്ടർ അലോഷ്യസ് കുളങ്ങരയാണ്. ഈ വ്യാഴാഴ്ച നൊവേനകളിലൂടെയും ആരാധനാക്രമങ്ങളുടെ സജീവമായ സാന്നിധ്യമായിട്ടും ഇതെന്നും ഈ നഗരത്തിന് കൃപയുടെ അനുഗ്രഹത്തിൻ്റെ ദൈവസാന്നിധ്യത്തിൻ്റെ ഇടമായിട്ട് നിലകൊള്ളുന്നു. മാത്രമല്ല ഈ ഇടവകയുടെ കീഴിലാണ് നമ്മുടെ കുഞ്ഞുമക്കളുടെ വൈദിക പരിശീലനങ്ങൾ നടത്തപ്പെട്ടത്. മനസ്സെമിനാരിയായിട്ട് പ്രവർത്തിച്ചിരുന്നത് ഒരു പരിധിവരെയും ഇവിടത്തെയായിരുന്നു. ഒപ്പം രൂപതയുടെ പാസ്റ്ററൽ സെൻറ്റർ പ്രവർത്തിക്കുന്നതും ഇതേ അങ്കണത്തിൽ വെച്ച് തന്നെയാണ്. അങ്ങനെ രൂപതയുടെ ഏതൊരു സംഗമമുണ്ട് എങ്കിൽ എല്ലാ രീതിയിലും എത്തിപ്പെടുവാനായിട്ട് ഏറ്റവും വാഹന സൗകര്യമുള്ള എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനുള്ള ഒരു വേദിയായിട്ട് ഈ സെൻറ്റ് ജോസഫ് ദേവാലയം നിലനിൽക്കുമ്പോൾ കൺവെൻഷനുകളും ഒത്തുചേരലും കൂട്ടവാസങ്ങളുമെല്ലാം ഇവിടെ വെച്ച് നടന്നുകൊണ്ട് രൂപതയ്ക്ക് സമൂഹത്തിന് രൂപതയ്ക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി ഈ ദേവാലയം മാറുന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ദൈവജനത്തെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടു പോകുവാനായി യൂണിറ്റുകളുടെ ശാക്തീകരണം നടത്തപ്പെടുകയും ദൈവജനമെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഏതൊരു പ്രവർത്തനമുണ്ട് എങ്കിലും അവരെ ദൈവജനത്തോടും സന്യസ്തരോടും വൈദികരോടും ഒന്നു ചേർന്നുകൊണ്ട് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും പ്രാർത്ഥനയുടെ കരമായി മാറുകയും പ്രവൃത്തിയിലൂടെ അത് പ്രഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഒന്നുചേരലിൻ്റെ ഈറ്റില്ലമായി ഈ ദേവാലയം നിലകൊള്ളുന്നു. ആയുഷ്കാലം മുഴുവൻ ഞാൻ കർത്താവിനെ സ്തുതിക്കും, ജീവിതകാലം മുഴുവൻ ഞാൻ ദൈവത്തിന് കീർത്തനം പാടും എന്ന സങ്കീർത്തകന്റെ വാക്കുകൾ നെഞ്ചോട് ചേർത്ത് നാളിതുവരെ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊങ്കിണി ഭാഷയിൽ ഗാനമാലപിച്ചുകൊണ്ട് നന്ദി പറയുകയാണ് കോഴിക്കോട് സിറ്റി സെൻറ്റ് ജോസഫ് ദേവാലയത്തിലെ കാത്തലിക് കൊങ്കിണി അസോസിയേഷൻ. Capitato Cassonia
ഞാൻ സിവി, സിറ്റി സെൻറ് ജോസഫ് ചർച്ചിലെ CLC പ്രസിഡന്റ്. ഞാൻ റിമിൻ, സിറ്റി സെൻറ് ജോസഫ് ചർച്ചിലെ യൂത്ത് കോർഡിനേറ്റർ. കത്തോലിക്ക വിശ്വാസികളുടെ പങ്കാളിത്തവും പദവിയും പ്രോത്സാഹിപ്പിക്കുന്നതിനും വളർത്തുന്നതിനും വേണ്ടി രൂപീകരിച്ച 6 ശുശ്രൂഷാ സമിതികളിൽ ഒന്നാണ് യുവജന സമിതി. ഇതിൽ 15-നും 35-നും ഇടയിൽ പ്രായമുള്ള 294 പേരാണ് ഇതിൽ അംഗമായുള്ളത്. നാടിനും ഇടവകയ്ക്കും യുവജനങ്ങളാണ് ഇനി മുന്നിലുള്ളത്. മാർപ്പാപ്പ ഇതറിഞ്ഞുകൊണ്ട് യുവജനങ്ങൾക്കായി മാറ്റിവെച്ച വർഷം 2018. ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാനായുള്ള ഒരു സംഘടനയാണ് CLC. CLC എന്നാൽ ക്രിസ്ത്യൻ ലൈഫ് കമ്മ്യൂണിറ്റി. ഒരു CLCയനാവുന്നത് ഒരു വർഷത്തെ പ്രവർത്തനവും പ്രാർത്ഥനയും നിന്നാണ്. ഒരു വർഷം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വർഷം ഓഗസ്റ്റ് 15-ാം തീയതി മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് വൈദികൻ്റെ കയ്യിൽ നിന്ന് കാശിരൂപം സ്വീകരിച്ചുകൊണ്ട് CLCയിൽ അംഗത്വമാകുന്നു. ഒരു CLCയൻ കാശിരൂപം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജീവിതകാലം മൊത്തം CLCയിൽ അംഗമാണ്. 1563 സോളിഡാരിറ്റി ഓഫ് അവർ ലേഡി എന്ന നാമത്തിൽ റോമൻ കോളേജിലെ ഒരു പറ്റം വിദ്യാർത്ഥികളോട് കൂടിച്ചേർന്ന് ജെസ്യൂട്ട് അച്ഛന്മാർ തുടങ്ങിയ സംഘടന പിന്നീട് 1967 ക്രിസ്ത്യൻ ലൈഫ് കമ്മ്യൂണിറ്റി എന്ന നാമത്തിൽ മാറ്റപ്പെട്ടു. സത്യത്തിന് സാക്ഷ്യമേകുന്നവന് ജീവിതം ത്യജിക്കുന്നതിലൂടെ മാത്രമല്ലേ വിജയകിരീടം അണിയുവാനാകൂ? അതെ, ഇതാ നിങ്ങൾക്ക് മുൻപിൽ കോഴിക്കോട് സിറ്റി സെൻറ് ജോസഫ് ദേവാലയത്തിലെ ഒരു സംഘം യുവ നർത്തകിമാർ.
സർവചരാചര ചൈതന്യമേ നാദതാളസ്വരലയമായി നമിപ്പൂ ഞങ്ങൾ. ജോർദാൻ നദീ തീരമേ തിരപാടും യൂദായിൻ കുളിർ തീരമേ ജോർദാൻ നദീ തീരമേ തിരപാടും യൂദായിൻ കുളിർ തീരമേ കരിമിഴി പോലൊരാ തിരമിഴിച്ചേലുമായി കരിമിഴി പോലൊരാ തിരമിഴിച്ചേലുമായി ഒഴുകിവരും തഴുകിവരും ഒഴുകിവരും തഴുകിവരും അഴകൊഴുകും തിരപുണരും പുണ്യ ജോർദാൻ നദീ തീരമേ യൂദായിൻ കുളിർ തീരമേ. തീരത്തായി വന്നൊരു താപസൻ തേജസ്വരൂപിയായി പാപമാർഗങ്ങളിൽ മേയും ജനത്തിനായി മോക്ഷമാർഗങ്ങൾ തുറക്കാൻ ആ ജനമധ്യേ വിരൽ ചൂണ്ടി നിന്നയാൾ യേശുവിൻ വഴിയൊരുക്കി. സ്നാപക യോഹന്നാൻ ആറടിപ്പൊക്കമാണാജാനുബാഹുവാണാരെയും കൂസാത്ത ഭാവം ഒട്ടകത്തോലിനാലുണ്ടാകെ ചുറ്റിയൊരുത്തയാൻ പോലവൻ ചൊല്ലി. അണലി സന്തതികളെ മൃത്യു വിതച്ചിടും പാപസന്തതികളെ നാശം കനിയൊന്നുമില്ലാത്ത മാമരങ്ങൾ നിങ്ങൾ മഴുവിനാൽ കടയറ്റു വീഴും. ദൈവകോപം നിശ്ചയം കർമ്മപാപം ശിക്ഷകം മാനസാന്തരം രക്ഷകം ദൈവരാജ്യം മാഗതം മാനസാന്തരം രക്ഷകം ദൈവരാജ്യം മാഗതം. ഹേറോദിയാസിൻ കൊട്ടാരം ധർമ്മം മരിച്ചൊരു കൊട്ടാരം ഗർവിഷ്ഠകാരൻ ഹേറോദെ സ്വന്തം സോദര ഭാര്യയെ സ്വന്തമാക്കി ഹേറോദ്യ കൊട്ടാര റാണിയായി. സ്നാപകൻ ശാസിച്ചു ഹേറോദ്യ കലികൊണ്ടു യോഹന്നാൻ രാജാവിൻ തടവിലായി.
ലോകമാകവെ ഹെറോദേസിന് ആശയായി ഇഷ്ടമുള്ളത് നൽകിടാൻ അമ്മതൻ ചെവി മന്ത്രമായി മകൾ പറഞ്ഞു മധുരമായി യോഹന്നാന്റെ തലമതി സ്നാപകൻ തൻ ചിരസിതാ താലമുള്ളിൽ ധീരമായി മണ്ണിലെന്നും നിൽപ്പിതാ നിർഭയത്തിൻ സാക്ഷ്യമായി ദൈവസ്നേഹം നിശ്ചയം കർമ്മപാപം ശിക്ഷകം മാനസാന്തരം രക്ഷകം ദൈവരാജ്യം മാതരം മാനസാന്തരം രക്ഷകം ദൈവരാജ്യം മാതരം മാനസാന്തരം രക്ഷകം ദൈവരാജ്യം മാതരം കോഴിക്കോട് ടൗണിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ് സെയിൻറ്റ് ജോസഫ് ദേവാലയം. ഇപ്പോൾ കാണുന്ന പള്ളിയായിരുന്നില്ല ഞാൻ വന്ന അവസരത്തിൽ. ഞാൻ 1996 അവിടെ വരുമ്പോൾ പഴയ ദേവാലയമായിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ദേവാലയത്തിലെ ഉണ്ണീശോയുടെ നൊവേന എപ്രകാരം ആരംഭിച്ചു എന്നുള്ളത്. ഞാനൊരു ദിവസം അവിടെ പാർലറിലിരിക്കുന്ന അവസരത്തിൽ അപരിചിതരായിട്ടുള്ള കുറേ പേര് അവിടെ വന്നിറങ്ങി. ഞാൻ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങിയവരോട്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ബാംഗ്ലൂരുകാരാണ്, ഞങ്ങളിങ്ങനെ ടാജിൽ ജോലിക്ക് വന്നതാണ്, ഞങ്ങളുടെ ജോലി മാർബിൾ ഇടുകയാണ്. അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ പണി പൂർത്തിയാകുമ്പോൾ എവിടെ പോകുന്നുവോ അവിടെ പണി പൂർത്തിയാകുമ്പോൾ ഞങ്ങളൊരു ഉണ്ണീശോയുടെ സ്റ്റാച്യു കൊടുക്കുക, ദേവാലയത്തിൽ കൊടുക്കുക ഒരു പതിവുണ്ട്. അപ്പോൾ അത് ഒരെണ്ണം ഇവിടെ കൊടുക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ വെരി സോറി, എനിക്ക് ഇത് ഇപ്പോഴുള്ള ദേവാലയത്തിൽ വെക്കാൻ പറ്റില്ല, കാരണം അത് പൊളിക്കാനുള്ള അവസരമാണ്. പൊളിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ വിഷമമായിരിക്കുമല്ലോ, അതുകൊണ്ട് എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇവിടെ നിങ്ങൾ പൊളിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അത് മാറ്റാനുള്ള അതേ മണ്ഡപം മാറ്റി വയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുമെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് യുവാക്കളെ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ എന്നാൽ പിതാവിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പിതാവിൻ്റെ അനുവാദം കിട്ടി. പിന്നെ ആൾക്കാരുടെ മുമ്പിൽ വയ്ക്കാനായിട്ടും അനുവാദം കിട്ടി. അങ്ങനെ ഞാൻ സെയിൻറ്റ് തോമസ് ഡേയിൽ നൊവേന ആരംഭിച്ചു. ധാരാളം ജനങ്ങൾ അവിടെ വരാൻ തുടങ്ങി. ഇന്നും അത് വളരെ ഭംഗിയായിട്ട് ആ നൊവേനയിൽ പങ്കുകൊള്ളാനും ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ണീശോയുടെ സഹായത്താൽ ലഭിക്കുന്നതായിട്ട് അറിയാനിടയായി. 1998 തുടങ്ങിയെങ്കിലും അതിന്നും വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു. എനിക്ക് ശേഷം വന്ന അലോഷ്യസ് കുളങ്ങരയാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇവിടെ ഒരു ദിവസം മുഴുവനും ധ്യാനത്തിലുമൊക്കെ ആക്കി അങ്ങനെ അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തത് അദ്ദേഹമാണ്. കൂടാതെ ഞാൻ തന്നെയാണ് അവിടെ മരണത്തിരുന്നാളിന്, യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാളിന് ഊട്ടുനേർച്ച ആരംഭിച്ചത്. അന്ന് ഈ ഭാഗത്തൊന്നും ഊട്ടുനേർച്ചയില്ല. അപ്പോൾ ഞാൻ 1996 തന്നെ ഊട്ടുനേർച്ച ആരംഭിച്ചു. എന്നോടൊപ്പം വിൻസെൻ്റ് ഇപ്പോൾ സംഘടന പ്രവർത്തിച്ചു. അതും വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ 500 പേർക്ക് ഭക്ഷണം ആരംഭിച്ചതാണ്. ഇപ്പോൾ 10,000 പേരോളം വന്ന് അതിൽ പങ്കുചേരുന്നുണ്ട്. മാർച്ച് 19 അങ്ങനെ
വളരെ കൂടുതൽ ജനങ്ങൾ ഭക്തർ വരുന്ന ഒരു ദേവാലയമാണ് സെയിൻറ്റ് ജോസഫ് ദേവാലയം. ഒത്തിരിയേറെ മുത്തശ്ശി കഥകൾ നാം കേട്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഞങ്ങളെ പോലുള്ള കുഞ്ഞുങ്ങൾ അവരുടെ നിഷ്കളങ്കതയോട് കൂടി അവതരിപ്പിക്കുമ്പോൾ എന്ത് രസമായിരിക്കുമല്ലേ. ഇതാ ഒരു കൊച്ചു കഥയുമായി നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളുടെ സ്വന്തം ആൻഡ്രിയ. മാനസരസിന് വിനീതമായ നമസ്കാരം. നിങ്ങൾ രാജാക്കന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പണ്ട് പണ്ട് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. വിശുദ്ധ ബൈബിളിലും നിരവധി രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോളമൻ രാജാവ്, ദാവീദ് രാജാവ് എന്നിവരെല്ലാം ഉദാഹരണങ്ങളാണ്. ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ പോകുന്ന കഥയുടെ പേര് മഹാജ്ഞാനിയായ സോളമൻ രാജാവ് തൻ്റെ പിതാവായ ദാവീദ് രാജാവിൽ നിന്നും ഭരണം ഏറ്റെടുക്കുമ്പോൾ സോളമൻ രാജാവിന് വളരെ പ്രായം കുറവും ഭരണകാര്യത്തിൽ യാതൊരു അറിവുമില്ലായിരുന്നു. സോളമൻ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ സഹായിക്കണേ. ഒരു രാത്രിയിൽ സോളമൻ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ദൈവം രാജാവിനോട് ചോദിച്ചു, മകനെ, ഞാൻ നിനക്ക് എന്ത് നൽകണം? പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ സോളമൻ രാജാവ് എന്താണ് ദൈവത്തോട് ആവശ്യപ്പെട്ടതെന്ന്? കൂടുതൽ പണം, അധികാരം, നല്ല ആരോഗ്യം. എല്ലല്ല, ഇതൊന്നുമല്ല. ഇതിലും വിലപ്പെട്ട ഒന്നാണ്. തൻ്റെ പ്രജകളെ ഭരിക്കാൻ നല്ല വിവേകവും ജ്ഞാനവും ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം സന്തുഷ്ടനായ രാജാവിനോട് പറഞ്ഞു, ഒരു പക്ഷേ നിനക്ക് വേണമായിരുന്നെങ്കിൽ നല്ല ജീവിതം, കൂടുതൽ സമ്പത്തൊക്കെ ആവശ്യപ്പെടാമായിരുന്നു. പക്ഷേ നീ നല്ല വിവേകവും ജ്ഞാനവും ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ നിന്നെ ജ്ഞാനികളിൽ ജ്ഞാനിയാക്കും. കൂടുതൽ സമ്പത്ത്, അധികാരം നൽകി നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രണ്ടമ്മമാർ ഒരു കുഞ്ഞുമായി രാജാവിൻ്റെ അടുക്കലെത്തി. ആദ്യത്തെ അമ്മ പറഞ്ഞു, രാജാവേ, ഞങ്ങൾ 2 പേരും ഒരേ വീട്ടിൽ താമസിക്കുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ കുഞ്ഞ് പിറന്നു. പിറ്റേ ദിവസം രാത്രിയിൽ ഇവളുടെ കുഞ്ഞ് മരിച്ചു. ആ മരിച്ച കുഞ്ഞിനെ എൻ്റെ അടുക്കൽ കിടത്തി. എൻ്റെ കുഞ്ഞിനെ അവളും എടുത്തു. എന്നിട്ട് ജീവനുള്ള കുഞ്ഞ് അവളുടേതാണെന്നും മരിച്ച കുഞ്ഞ് എൻ്റേതാണെന്നും അവൾ പറയുന്നു. ഇത് കേട്ട് രണ്ടാമത്തെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല രാജാവേ, ഇല്ല, ജീവനുള്ള കുഞ്ഞ് എൻ്റേതും മരിച്ച കുഞ്ഞ് അവളുടേതാണെന്നും അവൾ പറയുന്നു. ഇത് കേട്ട് രണ്ടാമത്തെ അമ്മ പറഞ്ഞു, ശരിയാണ് രാജാവേ, അങ്ങേ തീരുമാനം ശരിയാണ്. കുഞ്ഞിനെ 2 മുറിച്ച് 2 അമ്മമാർക്ക് കൊടുക്കുക, വാളെടുത്തു മാറ്റുക. രാജാവ് ആജ്ഞാപിച്ചു. ജീവനുള്ള കുഞ്ഞിനെ തൻ്റെ യഥാർത്ഥ അമ്മയ്ക്ക് കൊടുക്കുക. കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞ അമ്മയെ തുറങ്കിലടയ്ക്കുക. കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിൽ രാജാവിനോട് നന്ദി പറഞ്ഞ് ആ അമ്മ വീട്ടിലേക്ക് മടങ്ങി. പ്രിയ കൂട്ടുകാരെ, നോക്കുക, സോളമൻ രാജാവ് ദൈവത്തോട് നല്ല വിവേകവും ജ്ഞാനവും വേണ്ടി അപേക്ഷിച്ചു. ദൈവം നൽകി. അതുപോലെ കുഞ്ഞുങ്ങളായ നമുക്കും നല്ല ബുദ്ധിയും വിവേകത്തിനും ജ്ഞാനത്തിനും വേണ്ടി അപേക്ഷിക്കാം. ദൈവം തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കും. നന്ദി, നമസ്കാരം.